എല്ലാവർക്കും CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എയിമേ ഉള്ളു, നല്ല രീതിയിൽ ആ ഫണ്ട് സെക്യൂർഡ് ആകണം, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ആ ഫണ്ടിൽ ഗ്രോത്ത് ഉണ്ടാകണം, റിട്ടേൺസ് കൂടുതൽ കിട്ടണം എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ലക്ക് അല്ല എന്നുള്ളത് കാര്യം ആദ്യം മനസ്സിലാക്കുക. അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. കാരണം മ്യൂച്വൽ ഫണ്ടിലായാലും ഏതൊരു ഇൻവെസ്റ്റ്മെന്റും നമ്മൾ നേരത്തെ ടൈം കൊടുത്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മിക്ക ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ് ഒരു റിട്ടയർമെന്റ്, കാരണം ഇപ്പൊ എർലി റിട്ടയർമെന്റ് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്താണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് എന്റെ ബാങ്ക് ബാലൻസ് എനിക്കൊന്നുമില്ല. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, അത് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് എത്ര നാളത്തേക്ക് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും ആ ഒരു വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ. അപ്പൊ ഇത് ചിന്തിച്ചു തുടങ്ങുന്ന സമയം നമ്മൾ അതിക്രമിച്ചു പോയി. അപ്പൊ നമ്മൾ ഒരു നല്ലൊരു ടൈം കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ നമ്മൾ ഈ സമയങ്ങളിലാണ് മിക്ക ഇൻവെസ്റ്റേഴ്സും പെട്ടെന്ന് വളരണമെന്ന രീതിയിൽ റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധങ്ങളിൽ പോയി ചാടുകയും ഉണ്ടാക്കിയ ആ ഒരു ഹാർഡായിട്ട് ഏൺ ചെയ്ത എമൗണ്ട് അതിൽ നഷ്ടപ്പെടുകയും അത് പരാതിപ്പെടുന്ന അവസ്ഥയില്ലേ. അപ്പൊ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് ചെയ്യാനുള്ളത് ആ സമയത്ത് ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ മ്യൂച്വൽ ഫണ്ടിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടോക്ക് പല സ്ഥലത്തും നമ്മൾ കേൾക്കാറുണ്ട്, നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ 40-45 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നതാണ് മിക്ക ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നത്. പല ഇൻവെസ്റ്റേഴ്സും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു SIP മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പല EMIs കാര്യങ്ങളാണ് നമ്മൾ ഉണർന്നത്. ഒരു 4-5 EMIs ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ EMI അടക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് അതിൽ ഒരു EMI നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് SIP മോഡൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഗ്രോത്ത് ലോങ് ടേമിലേക്ക് കൊടുക്കുക. ഈ ബാക്കി EMI അടക്കുന്ന അതേ ഒരു കൺസിഡറേഷൻ ഇതിനും കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു ലോൺ എടുത്തിട്ട് EMI അടക്കുന്നതോറും ഫണ്ട് കുറഞ്ഞു വരുമ്പോൾ ഇവിടെ SIP ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിട്ട് വരികയും നമുക്കൊരു നല്ലൊരു എമൗണ്ട് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോ അസറ്റ് ആ ഒരു കോളത്തില് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ടോപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് അറിയാം, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന അതേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അടുത്ത വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിത നിലവാരം കൂടണം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ മാറ്റം വളർച്ച ഉണ്ടാകണമെന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹിക്കാറുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുക, ടോപ്പ് അപ്പ് ചെയ്യുക. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 10-15% ഓരോ വർഷവും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. ഇതിന്റെ ഒരു മാജിക് നമുക്ക് ലോങ് ടൈമില് നമ്മുടെ അസറ്റ് കോളത്തില് കാണാൻ സാധിക്കും. മൂന്നാമത്തത് റൈറ്റ് ഫണ്ട് എന്നുള്ളത്. നമുക്കറിയാം, പല ഇൻവെസ്റ്റേഴ്സും ഏറ്റവും നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ടുകൾ ചോദിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിൽ തിരയുക, അല്ലെങ്കിൽ ഗൂഗിളിൽ തിരയുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഏത് ഗോളാണ് അതനുസരിച്ചുള്ള ഫണ്ടുകളാണ്. നമുക്ക് ലോങ് ടൈമിലേക്കാണ് ഗ്രോത്ത് ഫണ്ട് വളർത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. അതേസമയത്ത് ഒരു മോഡറേറ്റ് ഗോളാണ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഗോളാണ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഹൈബ്രിഡ് ഫണ്ടുകളോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് തിരഞ്ഞെടുക്കുക. മൂന്നാമത് നമുക്ക് ഒരു ഷോർട്ട് ടൈം ഗോൾ, പെട്ടെന്ന് ഒരു ആവശ്യം അല്ലെങ്കിൽ പാർക്കിങ്ങിന് മാത്രമാണെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ആ ഒരു പ്രോസസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ്സ് റിസ്ക് അപ്പറ്റൈൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം, ഓരോ ഇൻവെസ്റ്റേഴ്സിനും അവരുടേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. മിക്ക ഇൻവെസ്റ്റേഴ്സിന്റെയും സങ്കല്പം ചില മാർക്കറ്റിലുള്ള റിസ്കിനെ കുറിച്ചാണ്. അതല്ല, നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്, നമ്മുടെ ജോലി ഒരു ഫാക്ടറാണ്, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വരുമാന വളർച്ച അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അതൊരു ഫാക്ടറാണ് റിസ്കിലുള്ള. അപ്പൊ ഈ ഒരു കാര്യങ്ങള് കൺസിഡർ ചെയ്തിട്ട് അതിന് അനുസരിച്ചുള്ള ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മൾ മാറ്റിവെക്കുക നോക്കുക. അടുത്തത് ലോങ് ടൈം ആണ്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ ഒരു സ്പെക്കുലേറ്റീവ് ഉള്ള അല്ലെങ്കിൽ ഊഹക്കച്ചവട ആ ഒരു രീതിയിൽ കാണാതിരിക്കുക. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിന് നമ്മൾ ഒരു ഫിനാൻസ് ഉണ്ടാക്കുന്നത് ഒരു ലക്കല്ല, അതൊരു ഡിസിപ്ലിൻഡ് പ്രോസസ് ആണ്.
നമ്മൾ അതിനായിട്ടുള്ള സമയം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ അതിന് ആദ്യം ഡിസൈഡ് ചെയ്ത ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുക. മ്യൂച്വൽ ഫണ്ട് മറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഡിഫറൻസ് ആയിട്ടുള്ളത് നമുക്ക് ലിക്വിഡിറ്റി കൂടുതലാ. ഏത് സമയത്ത് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കും, ഏത് സമയത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, ഏത് സമയത്ത് നമുക്ക് അഡീഷണൽ ഫണ്ട് ഇടാൻ സാധിക്കും. ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് യൂസർ ഫണ്ടിലായിട്ടുണ്ട്. എന്നാൽ അത് മിസ്യൂസ് ചെയ്യാതെ ഒരു ഗുഡ് റൈറ്റ് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അതിന്റെ ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു മാറ്റം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ലോങ് ടൈമിൽ കാണാം. അടുത്തത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സിനും ഡൈവേഴ്സിഫിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. എങ്ങനെയെങ്കിലും ആ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടിയാൽ മതി, ആ ഫണ്ട് വളർന്നു എന്നുള്ളത്. നമുക്ക് എല്ലാ 100% വളർച്ചയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല. വളർച്ച റിട്ടേൺ കൂടുതൽ തരുന്ന ഫണ്ടിൽ അതനുസരിച്ചുള്ള റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മാനിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അതോടൊപ്പം തന്നെ ബാലൻസ് ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിന് ഓരോ ഫണ്ടിനും ഓരോ രീതിയിലുള്ള റിസ്ക്കും റിട്ടേൺസും വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് റിവ്യൂ ആണ്. നമുക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡെയിലി പോയിട്ട് റിവ്യൂ ചെയ്യുക, അതൊരു നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ചേർന്നതല്ല. എന്നാൽ വൺസ് ഇയർ എന്ന രീതിയിലോ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ നമ്മളിത് റിവ്യൂ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അവിടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, അപ്പൊ നമ്മുടെ ഫണ്ടിന് എന്ത് പറ്റും, അങ്ങനെയുള്ള ആ ഒരു ടെൻഷൻ ഒന്നും ആയാതെ ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു കൺസിഡറേഷൻ അതിന് കൊടുക്കുക. ആ ഫണ്ട് ആ രീതിയിൽ തന്നെ പോയിക്കൊള്ളുന്നതാണ്. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റുകളിലെ പോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ട് എന്നാന്നും പറയാം, അല്ലെങ്കിൽ സ്വിച്ചിങ് ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് മാറാതെ അതിനായിട്ടുള്ള ടൈം കൊടുക്കുക, അതിന്റെ രീതിയിലേക്ക് വളരാൻ അനുവദിക്കുക. മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗണിനെ ഭയപ്പെടുന്ന രീതിയിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ എപ്പോഴും എന്താ പറയാ വിഡ്രോ ചെയ്തായിരിക്കുക. അത് നല്ല രീതിയിൽ വളരുകയും കോമ്പൗണ്ടിങ് റേറ്റിൽ റിട്ടേൺസ് നൽകുകയും ചെയ്യുന്നതാണ്. പിന്നെ പല ഇൻവെസ്റ്റേഴ്സും നമുക്കറിയാം മാർക്കറ്റ് താഴത്തേക്ക് പോയി ഡൗൺ പോകുന്ന സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും അത് ഏറ്റവും ശുദ്ധ മണ്ടത്തരമാണ്. കാര്യം നമുക്കറിയാം മാർക്കറ്റ് താഴത്തേക്ക്, നമ്മൾ എവിടെയാണ് ഒരു സാധനം ബൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത്, ഒരിക്കലും വിൽക്കുമ്പോഴല്ല. നമ്മൾ ഏത് റേറ്റിന് ബൈ ചെയ്യുന്നത്, മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ റേറ്റിൽ കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളൂ. ഇത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതേസമയത്ത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും തോറും നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഷോർട്ട് ടൈമിൽ സംഭവിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് മാർക്കറ്റിന് ഡൗൺ വരുന്ന സമയത്ത് SIP മോഡലുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ അതിന്റെ ഒരു തിരിച്ചു വരവിന് നമ്മൾ കാത്തിരിക്കുക, ടൈം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എന്ത് കമന്റ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കുക, ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.